2014 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് റോബോകോപ്പ്. വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് ഒരു പോലീസുകാരന്റെ കയ്യും കാലുമൊക്കെ നഷ്ടമാകുമ്പോൾ അയാളുടെ ദേഹത്ത് മെഷീൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് അയാളെ ഒരു സൈബോർഗാക്കി മാറ്റുന്നതും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. 2028 കഥ നടക്കുന്നത്. ഇപ്പോൾ പോലീസുകാർക്ക് പകരം കൂടുതലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ട്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഒരാളെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് ഈ റോബോട്ട്സിനെ തിരിച്ചറിയാൻ കഴിയും. ഒമ്നി കോർപ്പ് എന്നൊരു കമ്പനിയാണ് ഈ റോബോട്ട്സിനെ നിർമ്മിക്കുന്നത്. ലോകം മുഴുവനും അവരിത് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ലോകം മുഴുവനും റോബോട്ട്സ് ഉണ്ടെങ്കിലും അമേരിക്കയിൽ മാത്രം ഇതുവരെ റോബോട്ട്സിനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം അമേരിക്കയിലെ ആൾക്കാർക്ക് റോബോട്ട്സിനെ ഭയമാണ്. റോബോട്ട്സിന് ഫീലിംഗ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് മനുഷ്യത്വമില്ലാതെ പ്രവർത്തിക്കുമെന്നാണ് ജനങ്ങളൊക്കെ കരുതുന്നത്. അതുകൊണ്ട് റോബോട്ട്സിനെ ഉപയോഗിക്കേണ്ട എന്നൊരു നിയമവും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു TV ഹോസ്റ്റായ നോവാക്ക് ഈ വിഷയത്തിനെ കുറിച്ച് അയാളുടെ ചാനലിൽ സംസാരിക്കുകയാണ്. അയാൾ റോബോട്ട്സിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പോലീസുകാർക്ക് പകരം ഇത്തരം റോബോട്ട്സിനെ ഉപയോഗിച്ചാൽ അമേരിക്കൻ സിറ്റികളിൽ നിന്നും ക്രൈംസ് മൊത്തം തുടച്ചു മാറ്റാമെന്നാണ് നോവാക്കിന്റെ അഭിപ്രായം. റോബോട്ട്സിനെ ഉപയോഗിക്കുന്നത് എത്രമാത്രം നല്ലതാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള ലൈവ് ദൃശ്യങ്ങൾ അയാൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ഈ സമയം മിഡിൽ ഈസ്റ്റിൽ റോബോട്ട്സിന്റെ സഹായത്തോടെ മിലിറ്ററിക്കാരെ ടെററിസ്റ്റുകളെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആൾക്കാരെ സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ പക്കൽ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടോ, അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ, അവരുടെ പേരിൽ എന്തെങ്കിലും കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും റോബോട്ട്സിന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുഴപ്പവുമില്ലെങ്കിൽ റോബോട്ട്സ് അവരെ ഒന്നും തന്നെ ചെയ്യില്ല. അതുകൊണ്ട് ഇത് വളരെ സേഫ് ആണെന്നാണ് നോവാക്ക് പറയുന്നത്. പക്ഷേ അങ്ങനെ ആൾക്കാരെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ മിലിറ്ററിക്കാരെ ടെററിസ്റ്റുകൾ ആക്രമിക്കാൻ വന്നു. കുറെ റോബോട്ടുകളെ അവര് ബോംബുകൾ വെച്ച് നശിപ്പിച്ചു. എങ്കിലും ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാ ടെററിസ്റ്റുകളെയും റോബോട്ട്സ് കൊന്നുകളഞ്ഞു. അവസാനം നോക്കിയപ്പോ ഒരു കൊച്ചു ചെറുക്കനെ ഒരു റോബോട്ട് കണ്ടു. വിസ്ഫോടനങ്ങളൊക്കെ കണ്ട് പേടിച്ചിട്ട് അവൻ പുറത്തിറങ്ങിയപ്പോ റോബോട്ടിന്റെ മുന്നിൽ പെട്ടുപോയതാണ്. അവന്റെ കയ്യിൽ ചെറിയൊരു കത്തി ഇരിപ്പുണ്ട്. പക്ഷേ റോബോട്ടിന്റെ കണ്ണിൽ അതും ഒരു ആയുധമായിരുന്നു. അങ്ങനെ ഉടനെ ആ കൊച്ചു ചെറുക്കനെയും റോബോട്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ നോവാക്ക് പറയുന്ന പോലെ ഈ റോബോട്ട്സ് അത്ര സേഫ് അല്ലെന്നാണ് അർത്ഥം. എന്നാൽ ഇത് കണ്ടിട്ടും നോവാക്ക് റോബോട്ട്സിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ റോബോട്ട്സ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവയുടെ സ്ഥാനത്ത് കുറെ മനുഷ്യരെ കൊല്ലപ്പെടുമായിരുന്നുവെന്നാണ് നോവാക്ക് പറയുന്നത്. ഈ സമയം US ഒരു സിറ്റിയായ ഡിട്രോയിറ്റിലെ പോലീസ് സ്റ്റേഷനിൽ അലക്സ് അവന്റെ ബോസിനെ കാണാൻ വന്നു. ഇന്നലെ നടന്ന സംഭവത്തിനെ കുറിച്ച് അലക്സ് എല്ലാം പറഞ്ഞു കൊടുത്തു. സംഭവം 2 ദിവസങ്ങൾക്ക് മുന്നേ അലക്സും അവന്റെ ഫ്രണ്ട് ജാക്കും ഇല്ലീഗലായിട്ട് വെപ്പൺസ് വിൽക്കുന്ന ഒരു ക്രിമിനലിനെ തെളിവ് സഹിതം പിടികൂടിയിരുന്നു. പക്ഷെ ഇന്നലെ വന്ന് നോക്കിയപ്പോൾ എവിഡൻസ് റൂമിൽ വെച്ചിരുന്ന ആയുധങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ സ്റ്റേഷനിൽ ക്രിമിനൽസിനെ സഹായിക്കുന്ന ഏതോ പോലീസുകാരുണ്ട്. ശേഷം ഇന്നലെ രാത്രി അലക്സും ജാക്കും ഇല്ലീഗൽ വെപ്പൺസ് വിൽക്കുന്നവരുടെ ഗ്യാങ് ലീഡറിനെ പിടിക്കാൻ ഒരു റെസ്റ്റോറന്റിൽ പോയി. ആയുധങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ക്രിമിനൽസ് ആയിട്ടാണ് അവര് പോയത്. എന്നാൽ അതിനിടയിൽ അലക്സും ജാക്കും പോലീസുകാരാണെന്ന് ആരോ ഗ്യാങ് ലീഡറിനെ വിളിച്ചറിയിച്ചു. ഉടനെ ഇവരെ കൊന്നുകളയാൻ പറഞ്ഞിട്ട് ലീഡർ അവിടുന്ന് സ്ഥലം വിട്ടു. രണ്ടുപേരും നല്ല സ്കിൽഡ് പോലീസുകാരാണ്. അതുകൊണ്ട് കുറെ ക്രിമിനൽസിനെ അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് റെസ്റ്റോറന്റിന് പിന്നിലൂടെ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അലക്സ് ഒരു പ്രശ്നവുമില്ലാതെ പുറത്തിറങ്ങി. പക്ഷെ അതിനിടയിൽ ജാക്കിന് വെടികൊണ്ടു. ഇതാണ് ഇന്നലെ രാത്രി സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ ബാക്കപ്പ് ആയിട്ട് കൂടുതൽ പോലീസുകാരെയും കൂടെ കൊണ്ടുപോകാത്തത് എന്താന്ന് ചോദിച്ച് ബോസ് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അത് സ്റ്റേഷനിൽ ഗ്യാങ് ലീഡറിനെ സഹായിക്കുന്ന ആരും ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ വേറെ ആരെയും അറിയിക്കാതെ പോയതെന്ന് അലക്സ് പറഞ്ഞു. ഈ സ്റ്റേഷനിൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അവനെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് ബോസ് പറഞ്ഞു. ഈ സമയം വാഷിംഗ്ടൺ DC ഒമ്നി കോർപ്പിന്റെ ഉടമസ്ഥനായ സെല്ലാർസ് റോബോട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ ഇത് വേണ്ടെന്ന് പറയുന്നിടത്തോളം കാലം നമ്മൾ ഇതിനുള്ള പെർമിഷൻ തരില്ലെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം കൂടെ വീണ്ടും റോബോട്ട്സിന്റെ ആശയത്തിനെ റിജക്ട് ചെയ്തു. ശേഷം ഒമ്നി കോർപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എങ്ങനെ പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ റോബോട്ട്സിനെ ഡിസൈൻ ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ സെല്ലാർസ് അവന്റെ ടീമുമായിട്ട് സംസാരിച്ചു. റോബോട്ട്സിന് ഫീലിംഗ്സ് ഇല്ല എന്നതാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്ന പ്രധാന പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യനിൽ തന്നെ മെഷീൻസ് ഘടിപ്പിച്ച് അയാളെ നമുക്കൊരു സൈബോർഗാക്കി മാറ്റാമെന്ന് സെല്ലാർസും ടീമും തീരുമാനിച്ചു. അങ്ങനെ അവര് ഡോക്ടർ നോർട്ടനെ കാണാൻ പോയി. ഒമ്നി കോർപ്പിലെ പ്രധാന സയന്റിസ്റ്റാണ് നോർട്ടൻ. കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അതിനു പകരം മെഷീൻസ് ഘടിപ്പിച്ചു കൊടുക്കുന്ന ടെക്നോളജി ഓൾറെഡി നോർട്ടൻ വികസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈബോർഗിനെ നിർമ്മിക്കുക എന്നത് നോർട്ടന് വലിയ പ്രയാസമായിരിക്കില്ല. പക്ഷെ അതിനാദ്യം അവർക്ക് ഒരു മനുഷ്യനെ കണ്ടെത്തണം. ആക്സിഡന്റ് പറ്റി കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ടവരെയാണ് വേണ്ടത്. സെല്ലാർസ് കുറെ പേരുടെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു. പക്ഷെ അതെല്ലാം ആക്സിഡന്റ് പറ്റി പല വർഷങ്ങൾ കഴിഞ്ഞവരാണ്. അവരുടെയൊന്നും മാനസികാവസ്ഥകൾ ശരിയായിരിക്കില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് എങ്ങാനും ആക്സിഡന്റ് ആയ ആരെങ്കിലും വേണമെന്നാണ് നോർട്ടൻ പറയുന്നത്.
ഈ സമയം സിറ്റിയിൽ മറ്റൊരിടത്ത് 2 പോലീസുകാര് ഗ്യാങ് ലീഡറിനെ കാണാൻ വന്നു. അപ്പോൾ ഇവരാണ് സ്റ്റേഷനിലെ കറപ്റ്റഡ് ആയ പോലീസുകാരെന്ന് നമുക്ക് മനസ്സിലാകും. അലക്സ് ഇപ്പോൾ നിന്റെ പിന്നാലെയുണ്ടെന്ന് അറിയിക്കാനാണ് അവര് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ അവനെ അങ്ങ് തീർത്ത് കളയാമെന്ന് ലീഡർ തീരുമാനിച്ചു. ശേഷം അന്ന് അലക്സ് ജാക്കിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ലീഡറിന്റെ ആൾക്കാര് അലക്സിന്റെ വണ്ടിയിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തു. അന്ന് രാത്രി അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ ഭാര്യ ക്ലാരയും മകൻ ഡേവിഡും അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ കാറിന്റെ അലാറം കേൾക്കാൻ തുടങ്ങി. അതെന്താണെന്ന് നോക്കാൻ അവൻ പുറത്തിറങ്ങി കാറിനടുത്തെത്തിയതും ബോംബ് പൊട്ടിത്തെറിച്ചു. അവന്റെ ദേഹം മൊത്തം കത്തിപ്പോയി. ഈ വാർത്ത അറിഞ്ഞതും ഒമ്നി കോർപ്പ് ക്ലാരയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവനെ സൈബോർഗാക്കി മാറ്റാനുള്ള അനുവാദം ചോദിച്ചു. പക്ഷെ അവൾക്കതത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അവര് അലക്സിന്റെ മാരകമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവന്റെ അരയ്ക്ക് താഴെ തളർന്നു പോയിരിക്കുകയാണ്. അവന്റെ 2 ചെവികൾക്കും കേൾവി ശക്തി നഷ്ടമായിരിക്കുന്നു. ഒരു കണ്ണിന് കാഴ്ചയും ഉണ്ടായിരിക്കില്ല. കൈകൾ രണ്ടും പൂർണ്ണമായും കത്തിക്കരിഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞ അവൻ ചത്തുപോയെന്ന് പറയുന്നതാണ് ശരി. അത്രയ്ക്കും മാരകമാണ് അവന്റെ അവസ്ഥ. ഇനി അവനെ ഒരു സൈബോർഗാക്കി മാറ്റുക എന്നത് മാത്രമാണ് അവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരേയൊരു മാർഗം. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അവൾ അതിനെ സമ്മതിച്ചു. 3 മാസങ്ങൾക്ക് ശേഷമാണ് അലക്സ് കണ്ണു തുറന്നത്. ഇപ്പോൾ അലക്സിന്റെ ശരീരത്തിൽ 90% മെഷീൻസ് ആണ്. ആകെ തലച്ചോറും ലങ്സും മാത്രമേ അവന്റേതായിട്ടുള്ളൂ. തന്റെ കൈയും കാലുമൊക്കെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് കേട്ടതും അവൻ ആകെ ടെൻഷനിലായി. ഈ സ്യൂട്ട് എന്റെ ദേഹത്തുനിന്ന് ഊരി മാറ്റാൻ പറഞ്ഞ് അവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. നോർട്ടൺ അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ എല്ലാവരെയും തള്ളി മാറ്റി ആ ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങി പുറത്തുപോയി. ഇപ്പൊ അവന് അതിവേഗത്തിൽ ഓടാൻ കഴിയുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പോ മുന്നിൽ ഒരു വലിയ മതിൽ കണ്ടു. അതവന് നിസ്സാരമായിട്ട് ചാടി മറികടക്കാൻ പറ്റി. എന്നിട്ട് എങ്ങോട്ടൊന്നില്ലാതെ അവൻ വേഗം ഓടി. അപ്പോൾ നോർട്ടൺ ലാബിലിരുന്ന് അവനെ ഷട്ട് ഡൗൺ ചെയ്തു. അടുത്ത അലക്സ് കണ്ണു തുറക്കുമ്പോൾ അവൻ വീണ്ടും ലാബിലായിരുന്നു. നോർട്ടൺ അലക്സിന്റെ മെഷീൻസ് എല്ലാം ഇളക്കി കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് തന്റെ ശരിക്കുമുള്ള അവസ്ഥ അലക്സ് മനസ്സിലാക്കിയത്. നിന്നെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്ന് നോർട്ടൺ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനും അലക്സ് പറഞ്ഞു. പക്ഷേ നിന്റെ ഭാര്യ പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്നും നീ തിരിച്ച് ജീവനോടെ പോകുന്നതും കാത്ത് നിന്റെ ഭാര്യയും മകനും വീട്ടിലുണ്ടെന്നും നോർട്ടൺ പറഞ്ഞപ്പോ അവർക്ക് വേണ്ടി ജീവിക്കാമെന്ന് അലക്സ് തീരുമാനിച്ചു. ശേഷം പിന്നെ തുടർന്നുള്ള കുറെ ദിവസങ്ങളിൽ അവനിൽ നോർട്ടൺ കുറെ ടെസ്റ്റുകൾ നടത്തി. ഇടയ്ക്കിടയ്ക്ക് അവൻ ക്ലാരയെ വിളിക്കുകയും ചെയ്യാറുണ്ട്. ടെസ്റ്റുകളെല്ലാം പൂർത്തിയായാൽ മാത്രമേ അവന് വീട്ടിൽ പോകാൻ പറ്റൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനെ റിക്കിന്റെ അടുത്ത് ട്രെയിനിങ്ങിന് വിട്ടു. ഒമ്നി കോർപ്പിന്റെ റോബോട്ട്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് റിക്ക്. റോബോട്ട്സ് എല്ലാം ഓൾറെഡി പെർഫെക്റ്റ് ആണെന്നും ഇതുപോലൊരു സൈബോർഗ് വെറും വേസ്റ്റ് ആണെന്നുമാണ് റിക്ക് കരുതുന്നത്. കുറെ ട്രെയിനിങ്ങിന് ശേഷം അവനെയും വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു റോബോട്ടിനെയും റിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തു. ടെററിസ്റ്റുകളെയൊക്കെ പിടികൂടി ഹോസ്റ്റേജസിനെ എല്ലാം രക്ഷിക്കണം. അതാണ് ഈ ടെസ്റ്റിന്റെ ഉദ്ദേശം. റിക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അലക്സ് റോബോട്ടിനേക്കാൾ സ്ലോ ആയിരുന്നു. കാരണം റോബോട്ട് ഒന്നും ചിന്തിക്കാതെ തന്നെ അങ്ങ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അലക്സ് എപ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അത് കണ്ടപ്പോൾ സെല്ലാഴ്സിനാകെ ദേഷ്യം തോന്നി. സംഭവം ബേസിക്കലി അലക്സിനെ ഇപ്പോൾ ഓമ്നി കോർപ്പിന്റെ ഒരു വസ്തുവായിട്ടാണ് സെല്ലാഴ്സും കൂട്ടരും പരിഗണിക്കുന്നത്. ഇവൻ പൂർണ്ണമായും ഒരു റോബോട്ട് അല്ലാത്തതുകൊണ്ട് ഇവനെ എന്തായാലും തിരിച്ച് പോലീസിലെടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ റോബോട്ട്സിനെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ജനങ്ങൾക്കും ഗവൺമെന്റ് ഒഫീഷ്യൽസിനും തോന്നും. അതിനുശേഷം പിന്നെ ഓമ്നി കോർപ്പിന് ഒരുപാട് റോബോട്ടുകളെ വിറ്റ് കാശുണ്ടാക്കാൻ കഴിയും. അതാണ് സെല്ലാഴ്സിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അലക്സിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കിയേ പറ്റൂവെന്ന് സെല്ലാഴ്സ് നോർട്ടന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നോർട്ടൺ അലക്സിന്റെ തലച്ചോറിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തി. ഇതുവരെ അലക്സ് തന്നെയായിരുന്നു അവന്റെ തലച്ചോറിനെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ഒരു ഫൈറ്റ് തുടങ്ങി അത് അവസാനിക്കുന്നതുവരെ യഥാർത്ഥത്തിൽ മൊത്തം നിയന്ത്രണവും മെഷീൻസ് ഏറ്റെടുക്കും. പക്ഷെ അത് അലക്സിന് മനസ്സിലാക്കാത്ത രീതിയിലാണ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് അലക്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെയായിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അലക്സും റോബോട്ട്സിനെ പോലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് മാറും. അതിനു പുറമെ ഇപ്പോൾ അവന്റെ ബോഡിയും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ശേഷം അടുത്ത ദിവസം അലക്സിനെ വീണ്ടും റിക്ക് ടെസ്റ്റ് ചെയ്തു. ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിൽ വെച്ചാണ് ടെസ്റ്റ് നടത്തുന്നത്. ഇത്തവണ കൂടുതൽ ടഫ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. റിക്കിനെയും ഒരു കൂട്ടം റോബോട്ട്സിനെയും അലക്സ് ഒറ്റയ്ക്ക് ചെന്ന് പിടികൂടണം. അതാണ് ടെസ്റ്റ്. ഫൈറ്റ് തുടങ്ങിയതും അലക്സ് ആ ബിൽഡിംഗ് മൊത്തം സ്കാൻ ചെയ്തു. എന്നിട്ട് പരിസരത്തിനൊത്ത് വളരെ വേഗം അവൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. യാതൊരു മടിയും ഇല്ലാതെ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ നിസ്സാരമായിട്ടാണ് അവൻ റോബോട്ട്സിനെയൊക്കെ വെടിവെക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാ റോബോട്ട്സിനെയും തീർത്തു. അവസാനം റിക്ക് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവനെയും അലക്സ് ടേസർ ഗൺ വെച്ച് വെടിവെച്ചിട്ടു. ഈ ചെയ്തതെല്ലാം അവൻ സ്വയമേ ചെയ്തതായിട്ടാണ് അവന് തോന്നിയത്. അപ്പോൾ ഈ പരീക്ഷണം വിജയകരമായെന്ന് സെല്ലാഴ്സിനും ടീമിനും മനസ്സിലായി.
അന്ന് രാത്രി നോർട്ടൺ അലക്സിനെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ പല മാസങ്ങൾക്ക് ശേഷം അലക്സ് അവന്റെ കുടുംബത്തിനെ കണ്ടു. ക്ലാരയ്ക്കും ഡേവിഡിനും അലക്സിനെ കണ്ടപ്പോൾ സന്തോഷമായി. പക്ഷെ ഇനിയും ടെസ്റ്റുകൾ പൂർത്തിയാകാത്തതുകൊണ്ട് അവന് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. തിരിച്ച് ലാബിലേക്ക് തന്നെ പോകണം. ശേഷം അവൻ ജാക്കിനെ കാണാൻ പോയി. നീ തിരിച്ച് ജോയിൻ ചെയ്ത ശേഷം നമ്മളെ ദ്രോഹിച്ച ഗ്യാങ് ലീഡറിനെയും അവന്റെ സകല ആൾക്കാരെയും നമുക്ക് പിടികൂടണമെന്ന് ജാക്ക് പറഞ്ഞു. അവരെ നമ്മൾ പിടികൂടുമെന്ന് അലക്സ് വാക്കുകൊടുക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലക്സ് പോലീസിൽ റീജോയിൻ ചെയ്യുന്ന ദിവസമായി. ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അലക്സിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സെല്ലാഴ്സ് തീരുമാനിച്ചു. അതുകൊണ്ട് ഓംനി കോർപ്പിന് മുന്നിൽ അന്ന് അയാൾ ഒരു പ്രസ് കോൺഫറൻസ് വെച്ചു. അങ്ങനെ ആൾക്കാരെല്ലാം അലക്സിനെ കാണാൻ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം ഈ സിറ്റിയിലെ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ടുള്ള സകല പോലീസ് റെക്കോർഡ്സും നോർട്ടൺ അലക്സിന്റെ ബ്രെയിനിലോട്ട് അപ്ലോഡ് ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡാകാൻ തുടങ്ങി. ഒരു മനുഷ്യ തലച്ചോറിനെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ഇൻഫർമേഷൻ. അതിനു പുറമെ അവന്റെ ആക്സിഡന്റിന്റെ ദൃശ്യങ്ങളും കൂടെ കണ്ടപ്പോൾ അവൻ കിടന്ന് പിടയാൻ തുടങ്ങി. അവസാനം അവൻ ബോധം കെടുകയും ചെയ്തു. ഇതിനെ ശരിയാക്കാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തണ്ടെന്ന് നോർട്ടൺ പറഞ്ഞു. പക്ഷെ ഇന്ന് തന്നെ അത് നടത്തിയേ പറ്റുമെന്നാണ് ഓംനി കോർപ്പ് പറയുന്നത്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ നോർട്ടനും ടീമും അലക്സിന്റെ ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ മൊത്തം അടക്കി വെക്കുന്ന രീതിയിൽ അവന്റെ തലച്ചോറിനെ പ്രോഗ്രാമിംഗ് ചെയ്തു. അതിനുശേഷം പിന്നെ അവൻ ശരിക്കും ഒരു റോബോട്ടിനെ പോലെ പെരുമാറാൻ തുടങ്ങി. എന്നിട്ട് അവര് മൊത്തം പോലീസ് റെക്കോർഡ്സും അലക്സിന്റെ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്തിട്ടും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ശേഷം അവനെ പ്രസ് കോൺഫറൻസിന് കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് ക്ലാരയും ഡേവിഡും അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവരെ അവൻ മൈൻഡ് ചെയ്തത് പോലുമില്ല. അവനിപ്പോ കുറ്റവാളികളെ പിടിക്കുക എന്ന ഒരേ ഒരു ചിന്ത മാത്രമേയുള്ളൂ. സ്റ്റേജിലെത്തിയതും വന്നുകൂടിയ ആൾക്കാരെയൊക്കെ അവൻ സ്കാൻ ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൻ ഒരു കൊലക്കേസിലെ പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഉടനെ കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ചെന്ന് അയാളെ പിടികൂടി. അത് കണ്ടതും എല്ലാവരും ശരിക്കും അത്ഭുതപ്പെടുകയും കൈയടിക്കുകയും ചെയ്തു. ഈ ഇൻസിഡന്റ് വെച്ച് ടിവിയിൽ നോവാക്ക് റോബോട്ട്സിനെ അനുകൂലിച്ച് സംസാരിച്ചു. കാരണം പോലീസുകാരൊക്കെ വർഷങ്ങളായിട്ട് തേടി നടന്ന ഒരു കുറ്റവാളിയെയാണ് അലക്സ് ഏതാനും ചില സെക്കൻഡുകൾ കൊണ്ട് പിടികൂടിയത്. അതുകൊണ്ട് റോബോട്ട്സിനെ ഉപയോഗിച്ചാൽ ഇതുപോലെ സകല കുറ്റവാളികളെയും നിസ്സാര സമയം കൊണ്ട് പിടികൂടാൻ കഴിയുമെന്നാണ് നോവാക്ക് പറയുന്നത്. പക്ഷെ ഇവിടെ ക്ലാര ആകെ വിഷമത്തിലാണ്. എല്ലാം പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവനെ സൈബോർഗാക്കാൻ ക്ലാര സമ്മതിച്ചത്. എന്നാൽ ഇപ്പോ അലക്സിനെ ഒന്ന് കാണാൻ പോലും ഓംനി കോർപ്പ് അവളെ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല അവനിപ്പോ ഒരു റോബോട്ടിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവള് സംശയിക്കുന്നുണ്ട്. അപ്പോൾ അവന് നമ്മൾ കുറച്ച് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് അവനെ കുറച്ച് നാളുകൾ കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് നോർട്ടൺ അവളെ ആശ്വസിപ്പിച്ചു. ശരിക്കും നോർട്ടൺ ആളൊരു നല്ലവനാണ്. ആരെയും ദ്രോഹിക്കണമെന്ന ഉദ്ദേശമൊന്നും അയാൾക്കില്ല. അതുമാത്രമല്ല എല്ലാവർക്കും നന്മ ചെയ്യണമെന്നതാണ് നോർട്ടന്റെ ലക്ഷ്യം. ഈ സമയം അലക്സ് നേരെ ഡ്യൂട്ടിയിൽ റീജോയിൻ ചെയ്യാൻ പോയി. ഇടയ്ക്ക് ജാക്കിനെ കണ്ടിട്ട് അലക്സിനെ കണ്ട ഭാവം പോലും ഇല്ലായിരുന്നു. അതുകണ്ട് ജാക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു. ശേഷം അലക്സ് കുറെ ക്രിമിനൽസിനെ പിടിക്കാൻ പോയി. സിറ്റിയിലെ മൊത്തം ക്യാമറകളും കാണാൻ കഴിയുന്നതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്രിമിനൽസിന്റെ ലൊക്കേഷൻസ് അവൻ കണ്ടെത്തി. സാധാരണ ബുള്ളറ്റ്സിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിമിനൽസ് വെടിവെക്കുന്നതൊന്നും നോക്കാതെ പുല്ല് പോലെയാണ് അവൻ ക്രിമിനൽസിന്റെ ഇടയിലേക്ക് ചെന്ന് കയറുന്നത്. അങ്ങനെ സാധാരണ പോലീസുകാര് ഒരു വർഷം കൊണ്ട് പിടിക്കേണ്ട ക്രിമിനൽസിനെ ഇവൻ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് തന്നെ പിടികൂടി. ഇതെല്ലാം ഓംനി കോർപ്പിലെ ആൾക്കാര് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അലക്സിൽ നടത്തിയ പരീക്ഷണം വലിയ വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അലക്സിനെ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് സെല്ലാഴ്സ് റിക്കിനോട് പറഞ്ഞു. ശേഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിറ്റിയിലുള്ള ക്രിമിനൽസിനെ മൊത്തം അലക്സ് തൂത്തുവാരി. പൊതുജനങ്ങൾക്കിപ്പോൾ അവനൊരു സൂപ്പർ ഹീറോ പോലെയാണ്. ഇതൊക്കെ ടിവിയിലൂടെ നോവാക്ക് നിരന്തരം അമേരിക്കൻ ജനതകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ 90% പേരും റോബോട്ട്സിനെ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ 50% കൂടുതൽ പേരും റോബോട്ട്സിനെ അനുകൂലിക്കുന്നവരാണ്. ഒരു ദിവസം ക്ലാര അലക്സിനോട് സംസാരിക്കാൻ വേണ്ടി അവന്റെ ബൈക്കിന്റെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടി. ഇങ്ങനെ റോബോട്ടിനെ പോലെ പ്രവർത്തിക്കാതെ ഫാമിലിക്ക് വേണ്ടിയെങ്കിലും കുറച്ച് ഇമോഷണൽ ആകാൻ ക്ലാര പറഞ്ഞു. ഒപ്പം അച്ഛനെ കാണാത്തത് കൊണ്ട് ഡേവിഡ് ഇപ്പോൾ ഡിപ്രഷനിലാണെന്നും അറിയിച്ചു. പക്ഷെ അതൊക്കെ കേട്ടിട്ടും അവൻ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോയി. എന്നാൽ ഒരു പോലീസ് എന്ന നിലയ്ക്ക് അവൻ ഡേവിഡിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കി. സംഭവം അന്ന് വിസ്ഫോടനം നടന്നത് ഡേവിഡ് മുകളിൽ നിന്നും നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് അവൻ ഇപ്പോഴും അതിന്റെ ഒരു ഷോക്കിലാണ്. തന്റെ മകന്റെ അവസ്ഥ കണ്ടതും അവന്റെ തലച്ചോറ് പതിയെ കോൺഷ്യസ്നെസ് വീണ്ടെടുക്കാൻ തുടങ്ങി. അവന്റെ ഇമോഷൻസും ഫീലിംഗ്സും ഒക്കെ തിരിച്ചു വരാനും തുടങ്ങി. അങ്ങനെ അവനെ കൊല്ലാൻ ശ്രമിച്ചവരുടെ പിന്നാലെ പോകാൻ അവൻ തീരുമാനിച്ചു. അത് കണ്ടതും അവനെ ഷട്ട് ഡൗൺ ചെയ്താലോ എന്ന് ലാബ് അസിസ്റ്റന്റ് ചോദിച്ചു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്ന് കരുതി തൽക്കാലം അവനെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടെന്ന് നോർട്ടൺ പറഞ്ഞു. അലക്സ് നേരെ അവന്റെ വീട്ടിലേക്കാണ് പോയത്.
വീട്ടിലെ സെക്യൂരിറ്റി ക്യാമറകളിൽ നിന്നും അന്നത്തെ വിസ്ഫോടനത്തിന്റെ മൊത്തം ഡാറ്റയും എടുത്തു. അവിടുന്ന് കിട്ടിയ ക്ലൂസ് വെച്ച് അവൻ ഗ്യാങ് ലീഡറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനലിനെ കാണാൻ പോയി. അവനെ അവന്റെ കാറിൽ നിന്നും വലിച്ചു പുറത്തിട്ടു. എന്നിട്ട് അവന്റെ കൈ ചവിട്ടി ഒടിച്ചിട്ട് ഗ്യാങ് ലീഡർ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ അവന് ലീഡർ എവിടെയാണെന്ന് അറിയില്ല. അവൻ ആകെ അറിയാവുന്നത് ലീഡറിന്റെ ഡ്രൈവറിന്റെ ഫോൺ നമ്പർ മാത്രമാണ്. ആ ഫോൺ നമ്പർ വാങ്ങിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ആ ഗ്യാങ്ങിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അവന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇവനിങ്ങനെ സ്വന്തം കേസ് സോൾവ് ചെയ്യാൻ തുടങ്ങിയെന്ന വിവരം ലാബിലുള്ളവര് പോലീസ് സ്റ്റേഷനിലെ വിളിച്ചറിയിച്ചു. ഉടനെ കറപ്റ്റഡായ പോലീസുകാര് ആ കാര്യം ലീഡറിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അലക്സ് ഗ്യാങ്ങിന്റെ ബേസിലെത്തിയപ്പോഴേക്കും അവര് അലക്സിനെ നേരിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. സാധാരണ തോക്കുകൾക്ക് പകരം വലിയ ബുള്ളറ്റുകളുള്ള വെപ്പൺസ് ആണ് അവർ വെച്ചിരിക്കുന്നത്. ബിൽഡിംഗിലെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് അവർ നൈറ്റ് വിഷൻ കണ്ണടകളും വെച്ചിട്ടുണ്ട്. എന്നാൽ അലക്സിനും നൈറ്റ് വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിമിനൽസ് ഒക്കെ എത്ര തന്നെ ശ്രമിച്ചിട്ടും അലക്സിനെ തടയാൻ പറ്റിയില്ല. അങ്ങനെ അവൻ ലീഡറിനെ അടക്കം എല്ലാവരെയും നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. പക്ഷെ വലിയ ബുള്ളറ്റ്സ് ആയതുകൊണ്ട് ഇത്തവണ അവന്റെ ദേഹത്ത് കുറെ ഡാമേജുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശേഷം പവർ ഓൺ ചെയ്തിട്ട് അവൻ അവിടെയുള്ള വെപ്പൺസ് ഒക്കെ പരിശോധിച്ച് നോക്കി. അതിലൊരു വെപ്പണിൽ സ്റ്റേഷനിലെ കറപ്റ്റഡായ പോലീസുകാരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് അവരെ അവൻ കണ്ടുപിടിച്ചു. അടുത്ത് നേരെ അവൻ സ്റ്റേഷനിലോട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് തന്നെ അവൻ ആ പോലീസുകാരുടെ സകല അഴിമതി രേഖകളും ശേഖരിച്ചിരുന്നു. സ്റ്റേഷനിലെത്തി അവൻ ആ പോലീസുകാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവൻ സത്യം മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതും അതിലൊരു പോലീസുകാരൻ അലക്സിനെ വെടിവെക്കാൻ നോക്കി. പക്ഷെ അവൻ തോക്കെടുക്കുന്ന സമയം കൊണ്ട് അലക്സ് അവനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അതുകണ്ട് മറ്റേ ആള് ശരിക്കും പേടിച്ചുപോയി. പേടിച്ചിട്ട് അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. അത് മാത്രമല്ല ഇവിടുത്തെ ബോസിനും ഈ അഴിമതികളിൽ പങ്കുണ്ടെന്ന സത്യവും അവൻ പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യവും പറഞ്ഞ സ്ഥിതിക്ക് അലക്സ് അവനെയും അങ്ങ് കൊന്നുകളഞ്ഞു. ഇൻസ്റ്റന്റ് ജസ്റ്റിസ്, അത് തന്നെയാണ് അതിന്റെ ശരി. ശേഷം അവൻ അടുത്ത് ബോസിനെ ചോദ്യം ചെയ്യാൻ പോയി. അവള് സത്യങ്ങളെല്ലാം പറയാൻ തുടങ്ങിയതും റിക്ക് അവനെ ഷട്ട് ഡൗൺ ചെയ്തു. കാരണം ഇത് വെച്ച് ബോസിനെ ഭീഷണിപ്പെടുത്തി പോലീസുകാരെ വെച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കാമെന്നാണ് സെല്ലാഴ്സിന്റെ പ്ലാൻ. ഈ സംഭവത്തിന്റെ വാർത്തയും നോവാക്ക് ടിവിയിലൂടെ ജനങ്ങളെ അറിയിച്ചു. പോലീസുകാരൊക്കെ അഴിമതി കാണിക്കുമായിരിക്കും, പക്ഷേ റോബോട്ട്സിന് അത് കഴിയില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും റോബോട്ട്സ് മനുഷ്യരെക്കാൾ ബെറ്റർ ആണെന്നാണ് നോവാക്ക് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റോബോട്ട്സിനെ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇത്തവണ റോബോട്ട്സിനെ ഉപയോഗിക്കണമെന്ന് തന്നെ ഗവൺമെന്റ് തീരുമാനിക്കുമെന്ന് സെല്ലാഴ്സിന് ഉറപ്പായിരുന്നു. എന്നാൽ വോട്ടിങ്ങിന് 2 ദിവസങ്ങൾക്ക് മുന്നേ ക്ലാര ന്യൂസ് ചാനൽസിന് ഒരു ഇന്റർവ്യൂ നൽകി. സൈബോർഗായി മാറിയ ശേഷം അലക്സിന്റെ ഫീലിംഗ്സ് ഒക്കെ നഷ്ടമായെന്നും ഒമ്നികോർപ്പ് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നുമാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് കണ്ടപ്പോൾ ഇത് വോട്ടിങ്ങിനെ ബാധിക്കുമെന്ന് തോന്നി സെല്ലാഴ്സും ടീമും ആകെ ടെൻഷനിലായി. അലക്സിനിപ്പോ സ്വബോധം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഇനി അവനെ പുറത്തു വിടുന്നത് അപകടമാണെന്ന് സെല്ലാഴ്സിന് അറിയാം. എന്നാൽ അലക്സിനെ ഷട്ട് ഡൗൺ ചെയ്തെന്നും പുറത്തു പറയാൻ പറ്റില്ല. കാരണം എങ്കിൽ ഒമ്നികോർപ്പിന്റെ സൈബോർഗ് പരീക്ഷണം പരാജയമായിരിക്കുന്നുവെന്ന് ജനങ്ങൾ കരുതും. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ നൈസായിട്ട് അവനെ അങ്ങ് കൊന്നുകളഞ്ഞിട്ട് റോബോട്ട്സിനെ ഭയന്ന് കുറെ ക്രിമിനൽസ് കൂട്ടം കൂടി അലക്സിനെ കൊന്നതാണെന്ന് ലോകത്തിനോട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് സെല്ലാഴ്സും ടീമും തീരുമാനിച്ചു. അങ്ങനെ അവനെ കൊന്നുകളയാൻ സെല്ലാഴ്സ് നോർട്ടനോട് പറഞ്ഞു. എന്നിട്ട് ക്ലാരയെ വിളിച്ച് അലക്സ് കൊല്ലപ്പെട്ടു എന്ന് കള്ളം പറയുകയും ചെയ്തു. മീഡിയകളെയും അത് സെല്ലാഴ്സ് അറിയിച്ചു. അങ്ങനെ വോട്ടിംഗ് സെല്ലാഴ്സിന് അനുകൂലമായിട്ട് വന്നു. ഇനി അമേരിക്കയിലും സെല്ലാഴ്സിന് റോബോട്ടുകളെ വിറ്റഴിക്കാം. അന്ന് നോർട്ടൺ ലാബിലെത്തിയപ്പോൾ അവിടെ അലക്സിനെ കൊന്നു എന്ന് പരിശോധിക്കാൻ സെല്ലാഴ്സിന്റെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നോർട്ടൺ നല്ലവനായതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ അലക്സിനെ കൊന്നിട്ടില്ലായിരുന്നു. അവരുടെ കണ്ണ് വെട്ടിച്ച് നോർട്ടൺ ലാബിനകത്ത് കയറി. എന്നിട്ട് ആദ്യം അലക്സിന്റെ ബ്രെയിനിൽ വെച്ചിരുന്ന ഒരു ട്രാൻസ്മിറ്റർ അങ്ങ് ഇളക്കി കളഞ്ഞു. അതില്ലാതെ ഇനി അവനെ ആർക്കും റിമോട്ട്ലി ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കില്ല. സെല്ലാഴ്സിന്റെ ആൾക്കാരെ കാണിച്ചിട്ട് ഇവര് നിന്നെ കൊല്ലാൻ വന്നതാണെന്ന് നോർട്ടൺ പറഞ്ഞതും അവരെ അലക്സ് കൊന്നുകളഞ്ഞു. അപ്പോൾ നോർട്ടൺ സത്യാവസ്ഥകളെല്ലാം അലക്സിന് പറഞ്ഞു കൊടുത്തു. എന്നാ പിന്നെ ഇനി ആദ്യം സെല്ലാഴ്സിനെ കൊല്ലണമെന്നും പറഞ്ഞ് അലക്സ് അവന്റെ ബൈക്കും എടുത്ത് വേഗം ഒമ്നികോർപ്പിലോട്ട് പോയി. പോകുന്ന വഴിക്ക് അവനെ റിക്ക് കണ്ടു. അലക്സ് ഒമ്നികോർപ്പിലോട്ടാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവനുടനെ അത് സെല്ലാഴ്സിനെ വിളിച്ചറിയിച്ചു. സെല്ലാഴ്സിന്റെ ഒപ്പം ക്ലാരയും ഡേവിഡും അവിടെ ഉണ്ടായിരുന്നു. സെല്ലേഴ്സ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവരെയും കൊണ്ട് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതി നേരെ റൂഫിലേക്ക് പോയി. ഈ സമയം നോർട്ടൺ ജാക്കിന്റെ അടുത്ത് ചെന്ന് എത്രയും വേഗം അലക്സിനെ സഹായിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ അലക്സ് ഒമ്നികോർപ്പിലെത്തി. പുറത്ത് നിറയെ ഗോഡ്സ് ഉണ്ട്. അതിനു പുറമെ ഒരുപാട് റോബോട്ട്സും ഉണ്ട്. അലക്സിനെ കണ്ടതും ഗോഡ്സ് എല്ലാം തോക്ക് വെച്ച് കീഴടങ്ങി. കാരണം ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. എന്നാൽ റോബോട്ട്സ് അങ്ങനെയല്ലല്ലോ. അവയെല്ലാം അലക്സുമായിട്ട് ഫൈറ്റ് ചെയ്തു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറെ റോബോട്ട്സിനെ അവൻ നശിപ്പിച്ചു. ഫൈറ്റിനിടയിൽ അവന്റെ ഒരു കൈ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി രക്ഷയില്ലെന്ന് തോന്നി അവൻ വേഗം അവിടുന്ന് മുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ റോബോട്ട്സ് പിന്നാലെ വന്ന് അവനെ വെടിവെച്ചുകൊണ്ടിരുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് ജാക്കും കൂട്ടരും വന്ന് റോബോട്ട്സിനെ എല്ലാം തടഞ്ഞു. പോലീസുകാരെ വെടിവെക്കാൻ പാടില്ലെന്നാണ് റോബോട്ട്സിന്റെ നിയമം. അതുകൊണ്ട് റോബോട്ട്സ് ഒന്നും ചെയ്തില്ല. ശേഷം അലക്സ് അകത്ത് കയറിയതും ഉള്ളിൽ അവനെയും കാത്ത് റിക്കും ടീമും നിൽപ്പുണ്ടായിരുന്നു.
റിക്കിന്റെ കയ്യിൽ ഒരുതരം ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ഉള്ളവരെയൊന്നും ആക്രമിക്കാൻ പാടില്ലെന്ന രീതിയിലാണ് അലക്സിന്റെ മെഷീൻസിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവന് റിക്കിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവൻ വന്ന് അലക്സിനെ കൊല്ലാൻ നിന്നതും പിന്നിലൂടെ വന്ന ജാക്ക് അവനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പക്ഷേ ചാകുന്നതിന് മുന്നേ റിക്ക് ജാക്കിനെയും വെടിവെച്ചിരുന്നു. നോക്കിയപ്പോ അത് കാലിലാണ് കൊണ്ടത്. അതുകൊണ്ട് ജാക്കിന് വലിയ പ്രശ്നമില്ല. ശേഷം അലക്സ് നേരെ റൂഫിലേക്ക് പോയി. അവനെ കണ്ടതും ലാൻഡ് ചെയ്യാതെ ഹെലികോപ്റ്റർ അവിടുന്ന് പറന്നുപോയി. സെല്ലാഴ്സിന്റെയിലും ഒരു ഡിവൈസ് ഉണ്ട്. അതുകൊണ്ട് അവനെയും അലക്സിന് വെടിവെക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് തോക്ക് സെല്ലാഴ്സിന് നേരെ കൊണ്ടുവരുന്നത് കണ്ട് ഭയന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ നിന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ അത് കേട്ടപ്പോൾ അലക്സിന് കൂടുതൽ ദേഷ്യം വരികയും അവന്റെ പ്രോഗ്രാമിംഗ് തന്നെ ഓവർ റൈഡ് ആവുകയും ചെയ്തു. അങ്ങനെ അവൻ സെല്ലാഴ്സിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോർട്ടൺ അലക്സിന് പുതിയൊരു ബോഡി നൽകിയിട്ട് ഇനി നീ സ്വതന്ത്രനാണെന്നും നിനക്കിനി നിന്റെ ഫാമിലിക്കൊപ്പം ജീവിക്കാമെന്നും പറഞ്ഞു. ഈ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ റോബോട്ട്സ് വളരെ ഡേഞ്ചറസ് ആണെന്ന കൺക്ലൂഷനിലാണ് ഗവൺമെന്റ് എത്തിയത്. അതിനുവേണ്ട തെളിവുകളെല്ലാം നോർട്ടൺ ഗവൺമെന്റിന് നൽകുകയും ചെയ്തു. അതുകൊണ്ട് വീണ്ടും പഴയതുപോലെ തന്നെ റോബോട്ട്സിന്റെ ഉപയോഗം ഗവൺമെന്റ് ബാൻ ചെയ്തു. നോവാക്കിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ലൈവ് ടിവിയിലൂടെ തന്നെ നോർട്ടനെയും കൂട്ടരെയും ഒക്കെ തെറി പറഞ്ഞു. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.